ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോപ്പറേറ്റീവ് കമ്പാനിയൻ. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യേണ്ട ഒരു മെത്തേഡിനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു. ഒരു ക്വസ്റ്റ്യൻ കണ്ട് അത് വായിച്ച് അതിൻ്റെ ആൻസർ നമ്മൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ ആ ആൻസറുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റു ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. പിന്നീട് നമുക്കത് വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകാനും ഉത്തരം വേഗം മനസ്സിലേക്ക് വരാനും ഒക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുന്നതിനേക്കാൾ നല്ലതാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആ രീതിയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വായിച്ചു പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ അതിൻ്റെ ബാക്കി പോർഷനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യനാണ്, ഡാഷ് ഇസ് ദ മ്യൂച്വൽ സേവിങ്സ് ആൻഡ് ക്രെഡിറ്റ് സൊസൈറ്റി ഇൻ ജപ്പാൻ. ജപ്പാനിലെ മ്യൂച്വൽ സേവിങ്സ് ആൻഡ് ക്രെഡിറ്റ് സൊസൈറ്റി ഏതാണ്? ആൻസർ ഹോട്ടോകുഷിയാണ്. ഈ ഫോറിൻ കോർപ്പറേഷനിൽ വരുന്ന വേർഡുകൾ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഓരോ കൺട്രീസ് എഴുതിയിട്ട് അതുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ ഒന്നിച്ചൊന്ന് എഴുതി വയ്ക്കുക. അപ്പം ഈ എഴുതി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് എക്സാമിൻ്റെ സമയത്ത് ഇരിക്കുമ്പം ഇപ്പോൾ ജപ്പാനെ പറ്റിയാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ആ ജപ്പാനിൻ്റെ ആ ഒരു പേജിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഒരു പിക്ചർ പോലെ ഓർമ്മയിൽ വരും. അപ്പോൾ അങ്ങനെ ഒന്ന് കുറച്ച് കളർഫുള്ളൊക്കെ ആയിട്ട് ഒന്ന് എഴുതി നോക്കുക. അപ്പം ആൻസർ ഹോട്ടോകുഷ എന്നാണ്. ദെൻ ജപ്പാനാണ് ഏഷ്യൻ കൺട്രി. ഫസ്റ്റ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത ഏഷ്യൻ കൺട്രി എന്ന് പറയുന്നത് ജപ്പാനാണ്. ജപ്പാനിൽ അധികവും മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റികളാണ്. ജപ്പാൻ്റെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഫാദർ എന്ന് പറയുന്നത് ടൊയോഹിക്കോ കങ്കാവ എന്ന വ്യക്തിയാണ്. ദെൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഓർഗനൈസേഷനാണ് കൊഹ്. കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഓർഗനൈസേഷനാണ് കൊഹ്. അതിൻ്റെ സെൻട്രൽ ഓർഗനൈസേഷനാണ് കൊഹ് ടൊക്ക്. ഈ കൊഹിനെ മ്യൂച്വൽ അസിസ്റ്റൻസ് സ്കീം എന്നൊക്കെ അറിയപ്പെടുന്നു. അതുപോലെ ജാപ്പനീസിലെ കൺസ്യൂമർ കോപ്പറേറ്റീവ് യൂണിയനാണ് നിസിഗിയോ. നിസിഗിയോ എന്ന് പറയുന്നത് കൺസ്യൂമർ കോപ്പറേറ്റീവ് യൂണിയനാണ്. ഹൈപ്പോത്തിക്ക ബാങ്ക് എന്ന് പറയുന്നത് ഒരു ബാങ്കാണ്. അവരധികവും ലോങ് ടേം ലോണുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ജപ്പാനിലെ സെൻട്രൽ ബാങ്ക് ഓഫ് ജപ്പാൻ എന്നറിയപ്പെടുന്നത് നിപ്പോൺ ഗിൻകോ ആണ്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് യൂണികോപ്പ്. യൂണികോപ്പ് സ്റ്റാർട്ട് ചെയ്ത 1961 മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ്. 1961 യൂണികോപ്പ് എന്ന് വെച്ചാൽ ജപ്പാനിലെ ഫിഷറീസ് സെക്ടറാണ്. ഇവർ കണ്ടക്ട് ചെയ്യുന്നത് ഫോറിൻ ട്രേഡാണ്. ഇത്രയും കാര്യങ്ങളാണ് ജപ്പാനിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡാഷ് ഈസ് ദ മെയിൻ സ്പെഷ്യാലിറ്റി ഓഫ് ഇസ്രയേൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. ഇസ്രയേൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഓപ്ഷൻസ് വന്നേക്കണത്, ഇറ്റ് ക്രിയേറ്റ് ആൻ എക്കണോമി ഓഫ് ഇറ്റ്സ് ഓൺ, അതായത് അവരുടേതായ ഒരു സമ്പദ് വ്യവസ്ഥ രൂപീകരിച്ചു. രണ്ടാമത്തെ ഓപ്ഷൻ, ഇറ്റ് അസിസ്റ്റ് ദ റീയൂണിയൻ ഓഫ് കമ്മ്യൂണിറ്റി, അതായത് സമൂഹത്തെ പുനഃസംഘടിപ്പിക്കാനായിട്ട് സഹായിച്ചു. ദെൻ മൂന്നാമത്തെ ഓപ്ഷൻ, ഇറ്റ് ടേക്ക് ഇനീഷ്യേറ്റീവ് ടു ബിൽഡ് എ നേഷൻ, അതായത് ദേശീയത രൂപീകരിച്ചു. ഇങ്ങനെയൊക്കെയാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. ഏറ്റവും ലാസ്റ്റ് ഓപ്ഷനായിട്ട് ഓൾ ഓഫ് ദ എബോവ് എന്ന് പറയുന്നു. അതായത് ആദ്യം പറഞ്ഞ ഈ 3 കാര്യങ്ങളും, അതായത് സമ്പദ് വ്യവസ്ഥ രൂപീകരിക്കുക, സമൂഹത്തെ പുനഃസംഘടിപ്പിക്കാനായിട്ട് സഹായിക്കുക, ദേശീയത രൂപീകരിക്കുക, ഇതെല്ലാം നമ്മുടെ കോപ്പറേഷൻ്റെ ഒരു ഭാഗമാണ് അല്ലേ. അപ്പോൾ ആൻസർ ഓൾ ഓഫ് ദ എബോവ് ആണ് വരുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക, ഇസ്രയേലിൽ ജോയിൻറ്റ് ഫാമിംഗ് കോപ്പറേറ്റീവ്സ് ആണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. അതുപോലെ ഹിസ്ട്രാഡ്രറ്റ് എന്ന് പറയുന്നത് അവരുടെ ട്രേഡ് യൂണിയനാണ്. ഹിസ്ട്രാഡ്രറ്റ്. അവിടുത്തെ കിബുട്സ് എന്ന് പറയുന്നത് കളക്റ്റീവ് കമ്മ്യൂണിറ്റിയാണ് കിബുട്സ് എന്ന് പറയുന്നത്. അതുപോലെ കളക്റ്റീവ് സെറ്റിൽമെൻറ്റിനെ മോഷോവ് ഷിറ്റുഫി എന്ന് പറയുന്നു. ഇത്രയും കാര്യങ്ങൾ ഇസ്രയേലുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ചൈന. ചൈനയിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഫാദർ ആരാണ്? സാൻയാറ്റ്സൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ചൈനയിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഫാദർ എന്ന് പറയുന്നത്. ചൈനയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് ഇൻഡസ്ട്രിയൽ ടൈപ്പ് സൊസൈറ്റീസ് ആണ്. അവരുടെ ഇൻഡസ്ട്രിയൽ ടൈപ്പ് സൊസൈറ്റിയാണ് ഇൻഡസ്കോസ് എന്ന് പറയുന്നത്. ഇൻഡസ്കോസ് എന്ന് പറയുന്ന ആ ഒരു ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയുടെ ഫാദർ എന്ന് പറയുന്നത് വു എന്ന് പറയുന്ന വ്യക്തിയാണ്.
വു എന്ന് പറയുന്ന വ്യക്തിയാണ്. അതുപോലെ ചൈനീസ് കമ്മ്യൂൺ എന്ന് പറയുന്നത് ചൈനയിലെ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ്സിൻ്റെ ലോക്കൽ നെയിമാണ്. അതായത് കാർഷിക സംഘങ്ങളുടെ ഒരു ലോക്കൽ നെയിമാണ് ചൈനീസ് കമ്മ്യൂൺ എന്ന് പറയുന്നത്. ഫസ്റ്റ് കമ്മ്യൂൺ എന്ന് പറയുന്നത് ഏതാണ്? സ്പുട്നിക് ആണ്. ചൈനയിലെ ഫസ്റ്റ് കമ്മ്യൂൺ എന്ന് പറയുന്നത് സ്പുട്നിക് ആണ്. ഇത്രയും കാര്യങ്ങൾ ചൈനയുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. ദെൻ 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി വാസ് അപ്പോയിൻറ്റഡ് ബൈ. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി AIRCSC ആരാണ് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്? RBI ആണ്. കമ്മിറ്റീസ് ആൻഡ് കമ്മീഷൻസ് എന്ന് പറഞ്ഞിട്ട് കോപ്പറേറ്റീവ്സുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന കമ്മിറ്റീസിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്തൊരു വീഡിയോ നമുക്ക് ഓൾറെഡി നമ്മുടെ ചാനലിലുണ്ട്. എല്ലാവരും അത് തീർച്ചയായിട്ടും കാണണം. നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ തന്നെയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ ഓർത്തിരിക്കേണ്ട പോയിന്റുകളൊന്നും നോക്കാം. മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് AIRCSC അഥവാ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് 1951 RBI ആണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അതുപോലെ അവർ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് 1954. അതായത് 4 വർഷങ്ങൾക്ക് ശേഷം റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അതിൽ എഴുതി ചേർത്തൊരു കോട്ട് എന്തായിരുന്നു? കോപ്പറേഷൻ ഹാസ് ഫെയിൽഡ് ബട്ട് ഇറ്റ് മസ്റ്റ് സക്സീഡ് എന്നതായിരുന്നു. ഇനി AD ഗോർവാല കമ്മിറ്റി ആയിട്ടുള്ള കമ്മിറ്റിയിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് 3 പേരാണ്. DR ഗാഡ്ഗിൽ, B വെങ്കിട്ടപ്പൈ, NSR ശാസ്ത്രി. ഇതിൽ NSR ശാസ്ത്രി ആയിരുന്നു മെമ്പർ സെക്രട്ടറി. ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. AD ഗോർവാല കമ്മിറ്റിയിലെ മെമ്പർ സെക്രട്ടറി ആരായിരുന്നു? NSR ശാസ്ത്രി ആയിരുന്നു. ഇവർ കൊണ്ടുവന്ന മെയിൻ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് നാഷണലൈസേഷൻ ഓഫ് ഇമ്പീരിയൽ ബാങ്ക്, അതായത് SBI എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ്. ഇത്രയും പോയിന്റുകൾ ഓർത്തിരിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്ന് 2009-19 ക്വസ്റ്റ്യൻ പേപ്പർ കോഡിലെ 4 ക്വസ്റ്റ്യൻസ് ആണ് വർക്കൗട്ട് ചെയ്തത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു 3 ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിരുന്നു. അതായത് സബ്ജക്റ്റിൻ്റെ പാർട്ടിൽ നിന്ന് ഇപ്പോൾ തന്നെ ഒരു ഏകദേശം 7 ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ രീതിയിൽ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ള ക്ലാസ്സുകളിൽ നമുക്ക് ബാക്കി സബ്ജക്റ്റിൻ്റെ, അതായത് അക്കൗണ്ടൻസി, ബാങ്കിങ്, ലോ തുടങ്ങി ബാക്കി ക്ലാസ്സുകളുടെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ പറയുവാണെങ്കിൽ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയാണ് സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? 25 മാർക്ക് വീതമാണ്. 25 മാർക്ക് കോപ്പറേഷൻ, 25 മാർക്ക് ലോ, 25 മാർക്ക് ബാങ്കിങ്, 25 മാർക്ക് അക്കൗണ്ടൻസ്. അപ്പോൾ എല്ലാ സബ്ജക്റ്റിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമുക്ക് പഠിച്ചേ സാധിക്കുള്ളൂ, അല്ലേ? അപ്പോൾ ഈ രീതിയിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു പോയിന്റ് നമ്മൾ കാണുമ്പോൾ ആ പോയിന്റിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് ആണ് നമ്മൾ കവർ ചെയ്ത് പോകുന്നത്. അപ്പം നമുക്ക് കൂടുതൽ മെമ്മറൈസ് ചെയ്യാനും പിന്നീട് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ ഈ ഒരു ഒറ്റ പ്രാവശ്യം ചിലപ്പോൾ നമുക്കൊന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തന്നെയാണെങ്കിലും നമ്മൾ ഈ ഒരൊറ്റ പ്രാവശ്യം ഈ ഒരു പോയിന്റ്സ് ഒന്നുകൂടി ഒന്ന് വായിച്ച് നോക്കാം. എത്രത്തോളം ഈ പോയിന്റ്സ് റിപ്പീറ്റ് ചെയ്ത് വായിക്കുന്നോ അത്രത്തോളം നമ്മുടെ മനസ്സിലേക്ക് കയറി വരും. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് തന്നെ ഒന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബൈ.